ഇറാൻ അമേരിക്ക യുദ്ധം വീണ്ടും ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഹോർമീസ് കടലിടുക്കിന് സമീപമുള്ള ദ്വീപിനെ കേന്ദ്രീകരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ ആഗോളതലത്തിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച ഒരു ശത്രു യുദ്ധവിമാനം വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടതോടെയാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കമായത്. മേഖലയിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ഈ സംഭവം വെറും ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം വലിയൊരു സൈനിക നീക്കത്തിന്റെ സൂചനയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ പക്കലുള്ള എല്ലാ വിമാനങ്ങളും സുരക്ഷിതമാണെന്നും ഒരു തരത്തിലുള്ള നഷ്ടവും സംഭവിച്ചിട്ടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കുന്നു. ഇറാന്റെ പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണെന്ന് US വാദിക്കുമ്പോഴും ഇറാൻ തങ്ങളുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള ഈ വാക്പോര് കേവലം സൈനികമായ പോരാട്ടമല്ല, മറിച്ച് വലിയൊരു യുദ്ധത്തിന്റെ ഭാഗമാണോ എന്ന സംശയം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇറാൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം അമേരിക്കയുടെ കരുത്തുറ്റ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണ് നേരെയുള്ള ആക്രമണമാണ്. ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് തങ്ങൾ കപ്പലിനെ ലക്ഷ്യം വെച്ചതായും UAE-യിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ സമാനമായ ആക്രമണം നടത്തിയതായും ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. US ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും മറ്റുമുള്ള റിപ്പോർട്ടുകൾ ഇറാൻ പുറത്തുവിടുന്നുണ്ടെങ്കിലും ഇവയ്ക്കൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. പശ്ചിമേഷ്യയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്ന ഈ പാതയിൽ സംഭവിക്കുന്ന ചെറിയൊരു അസ്ഥിരത പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദ്വീപിന് സമീപം ഉണ്ടായതായി പറയപ്പെടുന്ന ഈ ഏറ്റുമുട്ടൽ എണ്ണവിലയെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും നേരിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ടോ അതോ ശത്രുവിനെ മാനസികമായി തളർത്താൻ വേണ്ടിയുള്ള തന്ത്രങ്ങൾ മാത്രമാണോ ഇവ എന്നത് ഇന്നും നിഗൂഢമാണ്. സൈനിക നീക്കങ്ങളെക്കാൾ ഉപരിയായി വാർത്താ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് ആധുനിക യുദ്ധതന്ത്രത്തിന്റെ ഭാഗമാണ്. ശത്രുപക്ഷത്ത് ഭീതി വിതയ്ക്കാനും ആഭ്യന്തരമായി പിന്തുണ നേടിയെടുക്കാനും ഇത്തരം പ്രചരണങ്ങൾ സഹായിക്കാറുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സൈനിക ശക്തിയെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ നീക്കങ്ങൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. ഇസ്രയേൽ ഉൾപ്പെടെയുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾ ഈ സംഭവവികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ഓരോ നീക്കത്തിനും കനത്ത തിരിച്ചടി നൽകുമെന്ന സൂചനകൾ US കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇത് മേഖലയെ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം. നേരത്തെ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഈ സംഘർഷത്തിന്റെ ആക്കം കൂട്ടുന്നുണ്ട്. എന്നാൽ ഇത്തരം വാർത്തകൾ ശത്രു രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാനുള്ള ഇറാന്റെ മനഃപൂർവമായ ശ്രമമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. സൈനികമായ അസ്ഥിരത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വാർത്തകളുടെ സത്യാവസ്ഥ തിരിച്ചറിയുക എന്നത് ഏറെ പ്രയാസകരമാണ്. സമാധാന ശ്രമങ്ങൾക്കായി അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരുമ്പോഴും ഇരുപക്ഷവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ്. മിസൈൽ പരീക്ഷണങ്ങളും വ്യോമാഭ്യാസങ്ങളും മേഖലയിൽ വർദ്ധിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അതിർത്തിക്കടുത്ത് നടക്കുന്ന ഈ സൈനിക നീക്കങ്ങൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. UAE പോലുള്ള രാജ്യങ്ങൾ ഈ തർക്കത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നത് മേഖലയിലെ വിദേശ നിക്ഷേപത്തെയും ടൂറിസത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗിഷം ദ്വീപിന് സമീപമുണ്ടായ ഈ സംഭവം വെറും ഒരു ഒറ്റപ്പെട്ട സൈനിക നീക്കമല്ല, അത് നിലനിൽക്കുന്ന ഭൗമരാഷ്ട്രീയ തർക്കങ്ങളുടെ പരിസമാപ്തിയാണ്. സത്യാവസ്ഥ എന്തുതന്നെയായാലും ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ലോകത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. സൈനികമായ ഏറ്റുമുട്ടലുകളേക്കാൾ അപകടകരമായ വിവരയുദ്ധത്തിലൂടെയുള്ള നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ മാത്രമേ ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുകയുള്ളൂ. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഈ തന്ത്രപ്രധാന മേഖലയിലെ അടുത്ത നീക്കങ്ങളിലേക്കാണ്.